ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ബിരിയാണിയാണ്. ഈ എഗ് ബിരിയാണി കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ വളരെ നല്ലൊരു ഓപ്ഷനാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് സവാള, തക്കാളി, രമ്പയില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് സവാള പൊരിച്ച് കോരാനായിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. കുക്കർ ഗ്യാസിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആ എണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്യുക. നല്ല തിന്നായിട്ടാണ് ഈ അരിഞ്ഞെടുത്തിരിക്കുന്നത്. പെട്ടെന്ന് പൊരിച്ചു കോരാനായിട്ട് ഇത് സഹായിക്കും. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൈയെടുക്കാതെ ഇടവിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. അതിനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇടവിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുക്കറിൽ വെക്കുന്നത് കൊണ്ട് ടൈം അവിടെ ഒരുപാട് നമുക്ക് നഷ്ടമാവുന്നില്ല. പെട്ടെന്ന് വെക്കുകയും ചെയ്യാം, കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവുകയും ചെയ്യും. ഈ ഒരു ബ്രൗൺ നിറമാകുമ്പോൾ ഇതിൻ്റെ പാകമായി. ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് നന്നായിട്ട് കോരി മാറ്റാം. ഈ എണ്ണയിൽ തന്നെയാണ് അടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് ഈ മുട്ട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു ശകലം മാത്രം മഞ്ഞൾപ്പൊടി ഇവയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ഇളക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം. ഒരു മുട്ട ഇവിടെ പൊടിയുകയും ചെയ്തിട്ടുണ്ട്. എണ്ണയിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരണം. സിമ്മിലിട്ട് ഇടവിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓരോന്നായിട്ട് നമുക്ക് കോരി മാറ്റാം. ഈ എണ്ണയിൽ തന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ട സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സായി വരുന്ന സമയത്ത് ഒരു കരണ്ടി ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്താൽ സവാള പെട്ടെന്ന് പാകമായി കിട്ടും. അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചത് ചേർക്കാം. തക്കാളിയും ഇട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുത്ത് അതിലേക്ക് രമ്പയില എന്നിവയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളിയെല്ലാം നല്ല വേവണം, അതാണ് ഇതിൻ്റെ പാകം. വെന്ത് വരുന്നത് വരെ ഒന്ന് ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാൻ വേണമെങ്കിൽ. ആ സമയം നമുക്ക് അരി കഴുകിയെടുക്കാം. ഇവിടെ 2.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് കുതിർക്കാൻ വെച്ച് വടിച്ച് കോരാം. ഈ ടൈമിൽ നമ്മൾ സവാള നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം എരിവിന് ആവശ്യമായ മുളക് പൊടി ആഡ് ചെയ്യാം. ഇവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പട്ട ചതച്ചത്, ഒരു 3 ഏലക്ക, ഇത്രയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൈം നമുക്ക് തൈര് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാം. അതില്ലാത്തത് കൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. അതിനൊപ്പം പൊരിച്ച സവാള ഇതിനൊപ്പം ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്ര അരിയാണോ എടുത്തത് അതിന് ഇരട്ടി വേണം വെള്ളം ചേർക്കാം. 2.5 കപ്പിന് ഇവിടെ 5 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വലിയ പച്ചമുളക്, തൊണ്ടൻ പച്ചമുളക് എന്ന് പറയും, ആ പച്ചമുളക് 2 എണ്ണം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം മല്ലിയിലയും ചേർക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ഊറ്റി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ നെയ്യ് ഒഴിക്കാം. ഇവിടെ 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. ആവശ്യമെങ്കിൽ വെന്തതിന് ശേഷവും ഒഴിക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മുട്ട ഓരോന്ന് വീതം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം.
മുട്ട പതിയെ അതിന് മീതെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് അടയ്ക്കാം. ഒരു 2 വിസിലാകുമ്പോഴത്തേക്കും നമ്മളെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളം എല്ലാം വറ്റി നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് സ്പൂണിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വലിയ കരണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തപ്പോഴത്തേക്കും ഒരു മുട്ട ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട്. അത് സൂക്ഷിച്ചൊന്ന് മിക്സ് ചെയ്താൽ മതിയാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു ടേസ്റ്റാണ്. കുക്കറിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈമൊന്നും ഇതിന് ആവശ്യമില്ല. വളരെ എളുപ്പവുമാണ്, ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.